ഡൊണാൾഡ് ട്രംപിന് മുൻപിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി ഇറാൻ. മേഖലയിൽ സൈനിക സംഘർഷ സാധ്യത നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇറാന്റെ പുതിയ നീക്കം. ഇനി കീഴടങ്ങുക എന്ന ഒറ്റ തന്ത്രം മാത്രമേ ഇറാന് മുന്നിൽ അവശേഷിക്കുന്നുള്ളൂ എന്ന തിരിച്ചറിവ് കൊണ്ടും കൂടിയാണ് ഈ നീക്കം. ഇക്കാര്യം ഇറാൻ യുഎസിനെ അറിയിച്ചതായാണ് വിവരം. ഇറാനു മേലുള്ള ഉപരോധങ്ങൾ യുഎസ് പിൻവലിക്കാൻ തയ്യാറായാൽ വിട്ടുവീഴ്ചയ്ക്ക് ഒരുക്കമാണെന്നാണ് ഇപ്പോൾ ഇറാന്റെ നിലപാട്. ഇറാനുമേൽ ഏർപ്പെടുത്തിയിട്ടുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കാൻ തയ്യാറായാൽ മാത്രമേ ചർച്ചകൾ സാധ്യമാകൂ എന്ന് ഇറാൻ വ്യക്തമാക്കി. BBC-ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇറാന്റെ ഉപവിദേശകാര്യമന്ത്രി മജീദ് റവാഞ്ചി ഇക്കാര്യം വ്യക്തമാക്കിയത്. അതേസമയം ആണവ കരാറിൽ എത്തുന്നതിന് അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ആത്മാർത്ഥമായ നീക്കമാണ് ഇനി വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. 60% വരെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം കുറയ്ക്കാൻ തയ്യാറാണെന്നും ഇത് വിട്ടുവീഴ്ചയ്ക്ക് സന്നദ്ധമാണെന്നതിന് തെളിവാണെന്നും അദ്ദേഹം വാദിച്ചു. ആയുധ നിർമ്മാണത്തിന് ഉപയോഗിക്കാവുന്ന നിലവാരത്തിലേക്ക് യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്കയുണ്ടാക്കിയത് ചൂണ്ടിക്കാട്ടിയാണ് മജീദ് റവഞ്ചി ഇക്കാര്യങ്ങൾ പറഞ്ഞത്. ചർച്ചകൾക്ക് തയ്യാറാണെങ്കിലും ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായും നിർത്തലാക്കണമെന്ന അമേരിക്കയുടെ ആവശ്യം അംഗീകരിക്കാനാവില്ലെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. സമാധാന ആവശ്യത്തിനായുള്ള യുറേനിയം സമ്പുഷ്ടീകരണം തങ്ങളുടെ അവകാശമാണെന്നാണ് ഇറാന്റെ നിലപാട്. ഇതിനു പുറമെ മിസൈൽ പദ്ധതി ചർച്ചകളുടെ ഭാഗമാകില്ലെന്ന് അദ്ദേഹം ആവർത്തിച്ചു. തങ്ങളുടെ പ്രതിരോധ ശേഷി ഇല്ലാതാക്കുന്ന ഒരു കരാറിനും തയ്യാറല്ലെന്ന് വ്യക്തമാക്കി. ഫെബ്രുവരി ആദ്യം ഒമാനിൽ നടന്ന പരോക്ഷ ചർച്ചകൾക്ക് ശേഷം രണ്ടാം വട്ടം ചർച്ചകൾ വരും ദിവസങ്ങളിൽ ജനീവയിൽ നടക്കും. ചർച്ചകൾ പരാജയപ്പെട്ടാൽ സൈനിക നീക്കം നടത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ സമാധാനപരമായ പരിഹാരത്തിനാണ് അമേരിക്കയും താൽപര്യപ്പെടുന്നതെന്ന് ഒമാൻ വഴി ലഭിച്ച സ്വകാര്യ സന്ദേശങ്ങൾ സൂചിപ്പിക്കുന്നതായി ഇറാൻ വക്താവ് വെളിപ്പെടുത്തി. യുദ്ധമുണ്ടായാൽ അത് എല്ലാവർക്കും ദോഷകരമാണെന്നും മേഖലയിലുള്ള അമേരിക്കൻ സൈനിക താവളങ്ങൾ തങ്ങളുടെ ലക്ഷ്യമാകുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എങ്കിലും പ്രതീക്ഷയോടെയാണ് ജനീവ ചർച്ചകളെ സമീപിക്കുന്നതെന്നാണ് ഇറാൻ മന്ത്രി വ്യക്തമാക്കിയത്. അതേസമയം ഇറാനുമായുള്ള ബന്ധം അതീവ സങ്കീർണമായി തുടരുന്നതിനിടെ അപ്രതീക്ഷിത വെളിപ്പെടുത്തലുമായി അമേരിക്കൻ വിദേശകാര്യമന്ത്രി മാർക്കോ റൂബിയും രംഗത്തെത്തിയിരുന്നു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുമായി നേരിട്ടുള്ള ചർച്ചയ്ക്ക് ഡൊണാൾഡ് ട്രംപ് തയ്യാറാണെന്ന് റൂബിയോ അറിയിക്കുകയായിരുന്നു. ലോകത്തെ പ്രധാന തർക്കങ്ങൾ പരിഹരിക്കാൻ നേരിട്ടുള്ള ചർച്ചകളാണ് പോംവഴിയെന്ന് ട്രംപ് വിശ്വസിക്കുന്നു. ശത്രു രാജ്യങ്ങളുടെ നേതാക്കളെ കാണുന്നത് ഒരു വിട്ടുവീഴ്ചയായി കാണേണ്ടതില്ലെന്നും പ്രായോഗികമായ പരിഹാരത്തിനാണ് ട്രംപ് മുൻഗണന നൽകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം നയതന്ത്ര നീക്കങ്ങൾക്കൊപ്പം തന്നെ ഇറാനെതിരെ കനത്ത സൈനിക സമ്മർദ്ദവും അമേരിക്ക തുടരുകയാണ്. ഗൾഫ് മേഖലയിലെ സംഘർഷ സാധ്യതകൾ കണക്കിലെടുത്ത് രണ്ടാമത്തെ വിമാനവാഹിനി കപ്പൽ കൂടി പശ്ചിമേഷ്യയിലേക്ക് വിന്യസിക്കാനുള്ള നീക്കത്തിലാണ് പെന്റഗൺ. കരീബിയൻ കടലിൽ നിന്നും USS ജെറാൾഡ് ആർ ഫോർഡ് എന്ന വമ്പൻ പടക്കപ്പൽ ഉടൻ മേഖലയിലെത്തും. നിലവിൽ അറബിക്കടലിലുള്ള USS എബ്രഹാം ലിങ്കൺ ഗ്രൂപ്പിനൊപ്പമാകും ഇത് ചേരുക. ഇറാൻ നടത്തുന്ന നീക്കങ്ങളെ ചെറുക്കാനും മേഖലയിലെ അമേരിക്കൻ താവളങ്ങൾക്ക് സംരക്ഷണം ഒരുക്കാനുമാണ് ഈ വമ്പൻ സൈനിക വിന്യാസമെന്നാണ് റൂബിയോ വ്യക്തമാക്കിയത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.